ആകാശവാണി. നല്ലവരല്ലാതില്ല പാരിൽ നാടകം. രചന വിമേഷ് മണിയൂർ. ശബ്ദം നൽകിയവർ: കൊല്ലം തുളസി, മന്നൂർക്കോണം മോഹൻരാജ്, താമരക്കുളം സുഭദ്ര, രാജേന്ദ്രൻ പന്തളം, ജിൻസിൽ പി കെ, പൂവറ്റൂർ സന്തോഷ്, സജീന സുധി, എം ശ്യാംകുമാർ, അരുവിയോട് സജി, ബിജു കല്ലുവാതുക്കൽ. സംവിധാനം റൂബി ബാബു. നല്ലവരല്ലാതില്ല പാരിൽ. ഭഗവതി അമ്മേ കാത്തുരക്ഷിക്കണേ. രാവിലെ ഇതെങ്കിലും ഒന്ന് കിട്ടണേ. ഇതിലെങ്കിലും ഞാൻ ജയിക്കണേ. ഓ അയ്യോ ദേവി, അതും പോയി. നാശം പിടിച്ചൊരു ഓൺലൈൻ റമ്മി. മനുഷ്യന്മാരുടെ പൈസ പോക്കാനായിട്ട് ഓരോരുത്തന്മാർ ഓരോന്ന് കണ്ടുപിടിക്കും. ഇനി ഇത് മതി കളിച്ചത്. ഇതിൽ നല്ലല്ലേ പാമ്പും കോണിയും കളിക്കുന്നതാ. അതിലാകുമ്പോൾ പൈസ പോകത്തില്ലല്ലോ. കേറട്ടെ. എന്നെ പിടിക്കാം പാമ്പോ? ഹലോ. ഹലോ, വക്കീലാണോ? വക്കീൽ ഇപ്പം എവിടാന്നാ പറഞ്ഞത്? ബാംഗ്ലൂരിലോ? ശരി. പിന്നെ ഇടയ്ക്കിടെ വിളിച്ച് സൂപ്പിച്ചത് കൊണ്ടൊന്നും കാര്യമില്ല വക്കീലേ. പറഞ്ഞ പണി നടന്നോ? ഇല്ല. ഇങ്ങനെ പോയാൽ നിങ്ങൾ തരാനുള്ള പലിശയുടെ കാര്യത്തിൽ ഞാൻ തീരുമാനം വേറെ എടുക്കേണ്ടി വരും. വക്കീലന്മാരെ നാട്ടിൽ വേറെ ഉണ്ട്. ഞാൻ അല്പം തിരക്കില്ല, നല്ല തിരക്കില്ല. കടക്കാരുടെ കഴുത്തിന് പിടിക്കാൻ വേറെ ആളിനെ കൊണ്ടുപോകണം. പറമ്പായ പറമ്പിലെ തേങ്ങ വറിപ്പിക്കണം, പിന്നെ അത് ഉരിയിപ്പിക്കണം. ഷെയർ മാർക്കറ്റിലെ പൈസ പടർന്ന് പന്തലിച്ചോന്ന് നോക്കണം. എന്തെല്ലാം പണികളാണ് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ടത്. മോളോ? എന്താ മോളോ? അവളങ്ങ് ഡൽഹിയിലല്ലയോ? ഇപ്പോഴേ കളിച്ചോണ്ടിരിക്കുക ഞാൻ. ഉമ്മറക്കോനായിൽ നിന്ന് ഓൺലൈനിൽ പാമ്പും കോണിയും കളിക്കുക. അത് ശരി. നിനക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലല്ലോ വക്കീലേ. എന്താ വൈബ് വെച്ചിട്ട് പോവാ മോനെ ദിനേശ. ഞാൻ ഈ കളി ഒന്ന് മുഴിപ്പിക്കട്ടെ. കേറ്. അല്ലാത്തൊരു പാമ്പ് തന്നെ. കേറ്. അയ്യോ, തോറ്റു, വീണ്ടും തോറ്റു. ഇങ്ങനെ പോയാൽ ഈ പാമ്പിനെ ഞാൻ ഇന്ന് അടിച്ചു കൊല്ലും, നോക്കിക്കോ. അല്ല, ബാംഗ്ലൂരിലാണെന്ന് പറഞ്ഞ വക്കീലല്ലേ ആ പോണേ? ആൾ എന്നേക്കാ വലിയ തരികടയാ. വക്കീലേ, ഞാൻ കണ്ടു. ഞാൻ കണ്ടു തന്നെ. ഇങ്ങോട്ട് കേറി വാ. അല്ലല്ല, ഞാന് ഇങ്ങോട്ട് തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ എന്നാലും ഒന്ന് ഉറപ്പിക്കണമല്ലോ, വേണ്ടേ? അപ്പൊ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഒന്ന് വിളിച്ചെന്നേ ഉള്ളൂ. അപ്പോഴേക്കും ബാംഗ്ലൂരിൽ നിന്ന് പറന്നെത്തിയായിരിക്കും ഇല്ലയോ? പിന്നെ അത് ഞാൻ പിന്നെ ഉരുളണ്ട വക്കീലെ, ഉരുളണ്ട. കൂർക്കം കേട്ടില്ലേ? കൂർക്കമ്മലി. അയ്യോ, ഇത് വേറെ ആരുടെ? എൻ്റെ അയൽക്കാരൻ ചോദിയുടെ തന്നെ. ഈ മുടിഞ്ഞ കൂർക്കം വലി കാരണം ഒരു പണിയെടുക്കാൻ പറ്റുന്നില്ല വക്കീലെ. തനിക്ക് അറിഞ്ഞൂടെ? എല്ല് വെള്ളമാക്കിയിട്ടാണ് ഞാൻ പലിശ വാങ്ങി ജീവിക്കുന്നത്. അതിന് സമ്മതിക്കുന്നില്ലെന്ന് വെച്ചാൽ ഞാൻ പിന്നെ എന്താ ചെയ്യുക? രാത്രി മുഴുവൻ തെണ്ടിത്തിരിഞ്ഞു വന്ന് ഈ പകല് കിടന്നുറങ്ങി കൂർക്കം വലിക്കുന്നത് എന്നെ ഉപദ്രവിക്കാനല്ലയോ? താൻ തന്നെ പറ. അല്ല, ഇത് ഭരണഘടനയ്ക്ക് എന്താ പറയാനുള്ളത്? അതെ, അതായത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണല്ലോ ഭരണഘടനയുടെ ആമുഖം അല്ലെങ്കിൽ പ്രിയാമ്പിൾ. അപ്പോഴേ ഈ കൂർക്കം വലിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കെ തന്നെ, അല്ലല്ല അങ്ങനെയല്ല, ഇല്ലാതിരിക്കെ തന്നെ അങ്ങനെ ചെയ്യുന്നത് ന്യായീകരിക്കാൻ പറ്റുന്നതാണോ എന്നതാണ് പ്രസക്തമായ. താൻ എന്നെ വട്ടം കറക്കുകയാണോ? എന്താ മണക്കുന്നത്? ഇത് നായിക്കാട്ടം തന്നെ, നായിക്കാട്ടം. ദാ കണ്ടു. ഇതാണ് ഈ ഇവിടെ ഇത്ര നേരം മണത്തോണ്ടിരുന്നത്. ശരിക്കും അങ്ങുണ്ടല്ലോ,
പോലീസിൽ എത്തേണ്ട ആളാ. എന്താണെന്നറിയോ, ഇതുപോലെ ഘ്രാണശക്തിയുള്ള ഒരു മനുഷ്യനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. സത്യം. പക്ഷെ എന്ത് ചെയ്യാ, ജസ്റ്റ് മിസ്. എന്ത് കണ്ടില്ലേ, ഒരടി അപ്പുറത്തായിരുന്നെങ്കിൽ ഈ നായ്ക്കാട്ടം ആ കൂർക്കം വലിക്കുന്ന ചോയിയുടെ വീടിന്റെ ഉമ്മറത്ത് കിടന്നേനെ. വന്ന് നായ്ക്കും വീട്ടിലേതാ കുടിലേതാ തിരിയാണ്ടായോ? പറ പരിഹാരം വക്കീല് പറയണം, ഇപ്പോ പറയണം. ഭരണഘടന ഈ നായ്ക്കാട്ടത്തിന്റെ കാര്യത്തില് ഭരണഘടന എന്താ പറഞ്ഞെന്ന് എന്നോട് ചോദിക്കരുത്. എന്താണെന്നറിയാമോ, വാരുക, എടുക്കുക, പിന്നെ കളയുക. ഇതല്ലാതെ വേറൊരു വഴിയുമില്ല. അല്ല വക്കീലേ, തനിക്ക് ഈ ചാണകം വാരി നല്ല ശീലം അല്ലയോ? ഏയ് അങ്ങനെയൊന്നുമില്ല. വക്കീലും മെരിഞ്ഞാലും തൊഴുത്തിൽ കെട്ടില്ല എന്നാണ്. എന്നാ പിന്നെ ഞാൻ തന്നെ ചെയ്യാം. വേഗം കോരിക്കോളൂ കേട്ടോ. എന്തൊരു മണം, എന്റെ അമ്മോ, എന്തൊരു നാറ്റവാ. എന്നാ ഇതവിടെ അവിടെ കിടക്കട്ടെ. എന്റെ കൈ മണക്കുന്നു കേട്ടോ. നോക്കണേ, നായ്ക്കക്ക് പോലും അധ്വാനിക്കാതെ ജീവിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. ഹലോ, അതെ വക്കീലാണ്. ആഹാ, കൊള്ളാമല്ലോ. എന്നാൽ ഇന്ന് ഞാനിതൊന്ന് ആഘോഷിക്കും. ജുംബലക്ക ജുംബലക്ക ജുംബല ജുംബാലേ, ഹോയ് ഹോയ്, കളിക്ക് സുശീലേട്ടാ, കളിക്ക്. ഇതെന്നാ നിങ്ങളുടെ ദിവസമാണ്. വക്കീലേ, എന്താ കാര്യം? ഉണ്ട്, പറഞ്ഞുതരാം. ഒരു വഴി കിട്ടിയിട്ടുണ്ട്. എന്താന്നറിയോ, അയൽക്കാരനെ പെരുവഴിയിലാക്കാനുള്ള വഴി. അതല്ലേ സത്യമായിട്ട് 100% സത്യം. വഴി കിട്ടിപ്പോയി. കേരള പോലീസിന്റെ പുതിയൊരു പദ്ധതി കേട്ടോ, നോ യുവർ നെയ്ബർ എന്നാണ് അതിന്റെ പേര്. അയൽക്കാരനെ സദാസമയം നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് അപകടകരമായ എന്തു ശ്രദ്ധയിൽപ്പെട്ടാലും, മാത്രമല്ല സംശയകരമായിട്ടുള്ള എന്ത് ശ്രദ്ധയിൽപ്പെട്ടാലും പോലീസിനെ അറിയിക്കുക. എന്നിട്ട് ബാക്കി അവർ നോക്കിക്കോളും. ഈ വാട്സാപ്പ് വാർത്ത ഒന്ന് കേട്ടു നോക്കിയേ. ഇനി നിങ്ങൾ 2 കണ്ണുകളും അയൽപ്പക്കത്തേക്ക്. വാച്ച് യുവർ നൈബർ അല്ലെങ്കിൽ അയൽക്കാരനെ ശ്രദ്ധിക്കൂ. പുതിയ പദ്ധതിയുമായി സംസ്ഥാന പോലീസ്. അയൽപ്പക്കത്തോ അയൽക്കാരിലോ അസ്വാഭാവികമായി എന്ത് കണ്ടാലും അറിയിക്കണമെന്ന് പോലീസ്. മനുഷ്യ മനസാക്ഷി ഞെട്ടിക്കുന്ന സംഭവങ്ങൾ നടന്നിട്ടും അയൽക്കാർ പോലും സംഭവത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത സാഹചര്യത്തിലാണ് പുതിയ പദ്ധതി നടപ്പിലാക്കാൻ പോലീസ് ശ്രമിക്കുന്നത്. റെസിഡൻസ് അസോസിയേഷനുകളുമായി സഹകരിച്ചാണ് പോലീസിന്റെ പുതിയ പദ്ധതിയെന്ന് സംസ്ഥാന DGP അറിയിച്ചു. ജനമൈത്രി പോലീസിന്റെ ഭാഗം കൂടിയാണ് ഈ പുതിയ പദ്ധതി. ഇനി ഞാനൊരു കലക്കും. അപ്പോഴേ ആവശ്യമുള്ളപ്പോൾ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. അല്ല പിന്നെ ഇവന്മാരെയൊക്കെ നമുക്കൊന്ന് ശരിയാക്കണം. അപ്പം ശരി, ഞാനിപ്പോൾ പോന്നു. ശരി. ഒന്നുകൂടി പാമ്പും കോണിയും കളിച്ചാലോ? അല്ലേ, വേണ്ട. മോളെ ഒന്ന് ഫോൺ ചെയ്താലോ? അതും വേണ്ട. അവള് ചിലപ്പം കിടന്ന് ഉറങ്ങിയാവും. അല്ല, ഇത്ര നേരമായിട്ടും ഈ ചോയ് എന്താണ് എഴുന്നേൽക്കാത്തത്? എന്നാ പിന്നെ അവനെ എഴുന്നേൽപ്പിച്ചിട്ട് തന്നെ കാര്യം. ഒരു എളുപ്പ വഴിയുണ്ട്, പുകയിടാം. അല്ല പിന്നെ അങ്ങനെ അങ്ങോട്ട് പുകഞ്ഞ് പൊന്തട്ട് പുകേ ദേ ആ ചോയിയുടെ പുരയിടത്തിലോട്ട് അങ്ങോട്ട് കയറി ചെല്ല്. അങ്ങനെ പോട്ടെ. എന്താ പറ്റിയേ? ഒന്നുമില്ലടാ മോനെ, കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് കുറച്ച് പുക കയറിയപ്പോ. ആരാ ഈ നേരത്തെ പുകയ്ക്കുന്നേ? ഇതിനൊക്കെ ഒരു നേരം കാലമില്ലേ? പ്ലാസ്റ്റിക് എത്തിച്ച കേസാണ്. എന്നിട്ട് ആരാണിത്? അമ്മ ഇവിടെ ഇരിക്കേ, മെല്ലെ. ഞാൻ പിടിച്ചിട്ടുണ്ട്, ഞാനൊന്ന് നോക്കട്ടെ. ഓ, സുശീലേട്ടൻ്റെ പറമ്പെന്നാണോ? അയാളോട് പലവട്ടം പറഞ്ഞതാണല്ലോ അമ്മയ്ക്ക് വയ്യാത്തതാണെന്ന്. ഓരോന്നിട്ട് ഇങ്ങനെ കത്തിക്കരുതെന്ന്. പോട്ടടാ, അയാളുടെ പറമ്പിലല്ലേ, നമ്മളല്ലേ ഇങ്ങോട്ട് കുടിയേറിയത്. നീ തർക്കിക്കാനൊന്നും പോവണ്ട. എന്ന് വെച്ചാൽ എന്ത് തോന്നിയാസം ചെയ്യാന്നാണോ? പിന്നെ ഈ സ്ഥലം അത് വെറുതെ അല്ലല്ലോ. അച്ഛനും അമ്മയും അധ്വാനിച്ചുണ്ടാക്കിയത് കൂട്ടി വെച്ച് വാങ്ങിയതല്ലേ.
എന്താ ഇത്? ഉറങ്ങാനും സമ്മതിക്കില്ലല്ലോ. എന്താണ് രാവിലെ അമ്മച്ചിയും മോനും തമ്മിലൊരു വർത്തമാനം? അപ്പനിവിടെ ഉണ്ടായിരുന്നു, എന്നിട്ടാണോ? എന്തുവാടാ മോനെ? എന്തോന്നടി ആസ്മയും വെച്ച് നീ അടുപ്പിലിട്ട് പുകച്ചേ? എന്തൊരു പുകയാ! അമ്മച്ചിയല്ല, അപ്പന്റെ പൊന്നാര അയൽക്കാരനാ. ഓ, സുശീലനായിരുന്നോ? എന്നാൽ അവൻ അറിയാണ്ട് ചെയ്തതാവും. ഇങ്ങനെ മണ്ടനാവല്ലപ്പ. ഒരു പട്ടിയുടെ വില പോലെ അയാൾ നമുക്ക് തന്നിട്ടില്ല. ചവിട്ടാവുന്നതിലപ്പുറം അയാൾ ചവിട്ടി താഴ്ത്തുന്നുണ്ട്. അപ്പനറിയോ, മേലിൽ പണി പഠിക്കാൻ വരണ്ടെന്നാണ് ഇന്ന് രാവിലെ ചെന്നപ്പോൾ വർഷാപ്പിലെ തോമച്ചായം പറഞ്ഞേ. ഇങ്ങേർക്ക് നമ്മുടെ അയൽക്കാരൻ സുശീലിന് ഇഷ്ടമല്ലെന്ന്. പറ, ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? എൻ്റെ മോൻ എന്തിനാ വിഷമിക്കുന്നത്? അവിടെ അല്ലെങ്കിൽ മറ്റൊരിടത്ത്. ദൈവം തോൽപ്പിക്കുന്നത് വരെ നമ്മൾ തോൽക്കില്ലടാ മക്കളെ. നിനക്ക് ഓർമ്മയില്ലേ സുശീലേട്ടൻ്റെ ഭാര്യയെ? എന്തൊരു നല്ലൊരു സ്ത്രീ ആയിരുന്നു അവര്. എന്ത് കിട്ടിയാലും ഒരു കഷ്ണം ഇവിടെ കൊണ്ട് തരും. എന്തൊരു സ്നേഹമായിരുന്നു അവർക്ക് നമ്മളോടെ. പിന്നെ സുശീലൻ, അയാൾ എന്തും ചെയ്തോട്ടെ, നമ്മളതൊന്നും കാര്യമാക്കണ്ടാടാ. അതെ, അത് വിട്ടുകള മോനെ. ഹോ, എന്തൊരു പുകയാ! യ്യോ, ഓ, ശ്വാസം കിട്ടാത്തതുപോലെ. ഞാനൊന്ന് ചെന്ന് പറയട്ടെ? അമ്മേൻ്റെ അവസ്ഥ കണ്ടില്ലേ? വേണ്ടടാ, ആ മാതിരി ഞാനൊന്ന് അടയ്ക്കാം. അയാളിതാ പിന്നെയും പിന്നെ. ഞാനൊന്ന് നാളെ കണ്ടിട്ട് വരാം. വേണ്ട മോനെ. വേണ്ട, നീ അവിടെ ഇരിക്കേ, ഞാൻ ചെന്ന് പറയാം. ആ, അതാ നല്ലത്. മാധു, നിനക്ക് കിടക്കണോ? വേണ്ട മോനെ, നീ അമ്മച്ചിയെ കൊണ്ട് എന്ന് കിടത്ത്. ഞാനൊന്ന് സുശീലിനോട് പറഞ്ഞിട്ട് വരാം. വാ അമ്മേ. പോ. ആ, പതുക്കെ മെല്ലെ. മോനെ, മെല്ലെ. പതുക്കെ. ഞാൻ പിടിച്ചിട്ടുണ്ട് അമ്മേ. ആ. ഓ, എൻ്റെ സുശീലേട്ടാ, എന്തോ ഒരു തെങ്ങാ ഇത്. ഉസ്മാനെ ദേ ആ വലതുവശത്തുള്ള ആ കൊല കൂടി കൊത്തിക്കോ, അല്ല പിന്നെ അത് വീഴാൻ തുടങ്ങും. ഓലയും കൊത്തിക്കോ, ശ്രദ്ധിക്കണേ ഉസ്മാനെ. ആ തെങ്ങിലെ ചോട നിറമ്പുള്ളതാ. ആ പിന്നെ എന്താ നീ പറഞ്ഞത്? തെങ്ങ് ചതിക്കൂലെന്ന്. അതെ ഉസ്മാനെ, നീ പറഞ്ഞത് കറക്റ്റാ. തെങ്ങ് ചതിക്കൂല. ഇന്നേ വരെ എന്നെ ചതിച്ചിട്ടില്ല. പിന്നെ മണ്ടരി വന്നാൽ അത് തെങ്ങിൻ്റെ കുറ്റമല്ലല്ലോ, മണ്ടരീൻ്റെ കുറ്റമല്ലേ. പക്ഷേ മനുഷ്യരുടെ കാര്യം അതെങ്ങനെ പറയാൻ പറ്റത്തില്ല. എവിടെ നോക്കിയാലും വെട്ടും കുത്തുമല്ലേ. അല്ല സുശീലേട്ടാ, നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? പത്രങ്ങളെ കാര്യമാണെങ്കിൽ എന്നോട് പറയണ്ടേ. എപ്പോൾ നോക്കിയാലും വാർത്ത മനുഷ്യന്മാർ തമ്മിലുള്ള തല്ലും കൊലയും. പിന്നെ വേറെന്തുണ്ട്, സ്വർണത്തിന്റെ പരസ്യം. വിലയാണെങ്കിൽ റോക്കറ്റ് കയറിയല്ലേ പോകുന്നത്. അത് നീ പറഞ്ഞത് ശരിയാ സുശീലേട്ടാ. ഇപ്പൊ ഒരു പുതിയ പരിപാടി തുടങ്ങിയിട്ടുണ്ടെന്ന് കേട്ട്. എന്തായിരുന്നു? ലഹരി മാഫിയ. പറയുന്നത് കേട്ടാ തോന്നും ഇപ്പോഴുള്ള കുട്ടികൾ മുഴുവനും 3 നേരം ഇതാണ് തിന്നുന്നതെന്ന്. റീൽസ് കാണാൻ റീചാർജ് ചെയ്യാൻ പൈസ ഇല്ലാത്ത കുട്ടികളാണോ 1000 കൊടുത്തിട്ട് മൂക്കിപ്പടിയിലോട്ടുള്ള ഈ സാധനം വാങ്ങുന്നേ? എന്തൊരു പുകയാണ് എൻ്റെ സുശീലേട്ടാ. കണ്ണു നീറിയിട്ട് നിൽക്കാൻ പറ്റണില്ല. വെള്ളം ഒഴിച്ച് കെടുത്ത്. പഞ്ചായത്തിലറിഞ്ഞ കേസാണേ. പിന്നെ കേസും കൊണ്ട് ഇങ്ങോട്ട് വരട്ടെ. നിനക്കറിയോ, ഇത് വെറും പുകയല്ല, ഇതെന്റെ ഉള്ളില് നീറ്റലാണ് ഉസ്മാനെ. താഴെ വെച്ചാൽ പലിശക്കാരരിക്കുവോ, തലയെ വെച്ചാൽ ബാങ്കുകാരരിക്കുവോ എന്ന് കണ്ട് സ്നേഹിച്ചതാ. നിങ്ങൾ സ്നേഹം തുടങ്ങിയോ? യു മീൻ അയൽക്കാരിയെ? അയ്യേ, അയൽക്കാരനെ ആണല്ലോ, ആ ചോയിനെ. അവനാണ് എന്നോട് ഇത് ചെയ്തത്. എന്താണ് ചെയ്തത്? അത് പറയും. വെള്ളപ്പൊക്കം വന്നില്ലേടോ എന്റെ സുശീലേട്ടാ, അതിപ്പോ വർഷാവർഷം വരുന്നില്ലേ? ഏത് വെള്ളപ്പൊക്കത്തിന്റെ കാര്യാ പറയണേ? 2018 വെള്ളപ്പൊക്കം. ആ വെള്ളം പൊങ്ങി പൊങ്ങി വന്നപ്പോൾ എനിക്കൊരാദിയായിരുന്നു. എന്താ അപ്പം ചെയ്യാ? ഈ 1ാം നിലയിൽ നിന്ന് ഞാൻ 2ാം നിലയിലേക്ക് കയറി. കൂടെ എങ്ങനെയൊക്കെയോ 2 ആളെ വിളിച്ച് എൻ്റെ അലവാരയും കയറ്റി. എന്നിട്ടുണ്ടോ രക്ഷ?
വെള്ളം പിന്നെയും പിന്നെയും മേലോട്ട് കയറുന്നു. കള്ളന്മാരെ പേടിച്ച് രാത്രി ഒരുപോലെ കണ്ണടയ്ക്കാതെ ഞാൻ അവിടെ തന്നെ ഇരുന്നു, എൻ്റെ അലമാരയും കെട്ടിപ്പിടിച്ചോണ്ട്. അവനുണ്ടല്ലോ ആ ചോയി, അവൻ ഒറ്റ ഒരാളാണ് ഞാൻ ഇവിടെ ഉണ്ടെന്നും പറഞ്ഞ് ബോട്ടിൽ ആളെ കൊണ്ട് എന്നെ പൊക്കിയെടുത്ത് ക്യാമ്പിലേക്ക് കൊണ്ടുപോയത്. എന്നെ എടുക്കാൻ വന്ന പട്ടാളക്കാരോട് ഞാൻ ആവുന്നതും പറഞ്ഞു നോക്കി, കെഞ്ചി നോക്കി, എൻ്റെ അലമാരയും കൂടി ഒന്ന് എടുക്കണേന്ന്. അറിയോ, അവർ മൈൻഡ് ചെയ്തില്ലടോ. വെള്ളം ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്ന് നോക്കുമ്പോൾ അലമാരയിൽ 4-5 ലക്ഷം രൂപ പൂത്ത് കിടക്കണ്. ഓ, എനിക്കത് ഓർക്കാൻ കൂടി വയ്യ. ആ ദുരിതാശ്വാസ ക്യാമ്പാണെങ്കിൽ ഒന്നും പറയണ്ട അവിടുത്തെ കാര്യം. കുട്ടികളും വലിയവരും അങ്ങോട്ടും ഇങ്ങോട്ടും നെങ്ങി ഞെരങ്ങി, ഇരിക്കാനും സ്ഥലമില്ല, കിടക്കാനും സ്ഥലമില്ല, പരദൂഷണം പറയാനും സ്ഥലമില്ല, ഒരലമാര വയ്ക്കാനും പോലും സ്ഥലമില്ല. എന്തെങ്കിലും കഴിച്ചാൽ തന്നെ വലിയയിടത്തെ തറവാട്ടിലെ ഒരേ ഒരു ആൺതരിയായ അല്ല ആൺമരമായ ഈ സുശീലൻ ഇറങ്ങുമോ എന്ന് ആലോചിച്ചുകൂടെ? അയ്യോ, അത് പിന്നെ അങ്ങനെ അല്ലയോ എൻ്റെ സുശീലേട്ട. ഇനിയും നിങ്ങളെ കേട്ടാൽ എൻ്റെ കൊടുവാളിന് പണി കൂടും. ഞാനേ എൻ്റെ പണി നിർത്ത് പോവുക. ഒന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചാലോ? വിളിച്ചു നോക്കട്ടെ. ഹലോ ഹലോ, പ്രതീക്ഷ നമുക്ക് പോലീസ് സ്റ്റേഷൻ അല്ലേ? ഇത് സുശീലനാ, വലിയയിടത്തെ സുശീലൻ. ഞാൻ വിളിക്കാറുണ്ടായിരുന്നല്ലോ. സത്യം പറയാലോ, ഇപ്പോഴാണ് എനിക്കൊരു പ്രതീക്ഷ വന്നു തുടങ്ങിയത്. ഈ പോലീസ് സ്റ്റേഷനാണ് സാറേ ഈ നാടിന്റെ ഐശ്വര്യം. അയ്യോ, ചെവിട് പൊട്ടിപ്പോയി. അവിടുത്തെ സാറിന് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഇനി പിന്നെ വിളിക്കാം, അല്ലാതെ എന്താ ചെയ്തേ? അല്ല, പുകയിട്ടിട്ടും എൻ്റെ പൊന്നാര അയൽക്കാരന് ഒരു കുലുക്കവുമില്ലല്ലോ. ചോയല്ലേ ഈ വരുന്നത്? എന്താണ് സുശീല, രാവിലെ തന്നെ നാക്കാട്ടം കവറിലാക്കി പിരക്കെറിയുന്നു. അത് പോരാഞ്ഞാണ് പുക, ഒന്നും അറിയില്ലെന്നാണോ? ഓ, അപ്പൊ നീ അവിടെ ഉണ്ടായിരുന്നല്ലേ? കൂർക്കമ്മൽ നിന്നപ്പോൾ ഞാൻ വിചാരിച്ച ആള് കാഞ്ഞുപോയെന്ന്. അതെ, ഈ അതിരില് കറക്റ്റായിട്ടാ ആ നായ തൂറിയിട്ടെ, അല്ലാതെ എന്റെ പറമ്പിൽ മാത്രമായിട്ടല്ലല്ലോ. അപ്പോ നിന്റെ ഓഹരി കൃത്യമായിട്ട് അവിടെ എത്തിക്കണ്ടേ? അതെത്തിച്ചു, അത്രേ ഉള്ളൂ. എന്റെ പൊന്നു സുശീല, തലവേദന എടുത്തിട്ടൊരു രക്ഷയുമില്ല. ഇന്നലെ പണി തീർന്നെത്തുമ്പോ രാത്രി 2-3 മണിയായി. അതെങ്ങനെയാ? ആളുകൾ ഉറങ്ങുന്ന സമയത്തല്ലേ ടോയ്ലറ്റ് ടാങ്ക് വൃത്തിയാക്കാൻ പറ്റൂ. അത് ശരി, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അല്ല, ഇപ്പൊ നിനക്കുറങ്ങാനേ ഞാൻ എന്തോന്ന് വേണം? പറ മോനെ, അടുത്ത് വന്ന് വീശിത്തരണോ? അത് നല്ല കഥ. നോക്കണേ, ഓരോരോ വർത്താനങ്ങള്. ഓ, തലവേദന നിനക്കല്ല, എനിക്കാ. ഇത് കണ്ടില്ലേ, നിന്റെ കോഴികളെ അമ്മാതിരി പണിയല്ലേ എൻ്റെ വെണ്ടയോടും ചീരയോടും കാണിക്കുന്നു. ഒരു ബ്രിട്ടീഷുകാരനെ പോലെ ഇങ്ങനത്തെ തെണ്ടിത്തരം ഒരു ഇന്ത്യക്കാരനോട് ചെയ്യാൻ തോന്നൂല. ഈ എന്ത് തെണ്ടിത്തരം? വെണ്ടച്ചെടിയുടെ വേര് മുഴുവൻ ചിക്കി ഒരുമാതിരി കൊറോണ വൈറസിന്റെ മുഖം പോലെ ആക്കിയില്ലേ നിന്റെ നശിച്ച കോഴികൾ? അത് സുശീല, കോഴികളാകുമ്പോ എന്താ ഭരണഘടന അനുസരിക്കണ്ടേ? അതല്ല, ഏതല്ല, കോഴികളാകുമ്പോ അങ്ങനെയൊക്കെയല്ലേ? ഓ, കണ്ട മണ്ണെടുത്തെറിയ, അത്രേ ഉള്ളൂ. പറഞ്ഞു മനസ്സിലാക്കാൻ അവർക്ക് ബുദ്ധിയുണ്ടോ? എന്നാലേ ഞാൻ നിന്റെ കട്ടിലിൽ കയറി നിന്ന് ചിക്കി ഒന്ന് ധൂറിയിട്ടാലോ കോഴിനെ പോലെ? നീ എനിക്ക് ബുദ്ധിയില്ല എന്ന് വിചാരിച്ചാ മതി. എന്താ ചെയ്തോട്ടെ? ഇതെന്ത് വർത്തമാനമാ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങളെ വീട്ടിൽ പണ്ടുണ്ടായിരുന്ന ഭൂതത്തിന്റെ മട്ടുള്ള ആ നായ എന്നെ എത്ര ഓടിച്ചിട്ടുണ്ട്. ഞാൻ പരാതി പറഞ്ഞിട്ടുണ്ടോ? അത് നന്നായി. ഇനിയിപ്പോ പറഞ്ഞാലും 1-2 കടിച്ചു കഴിഞ്ഞാലേ ആ നായ പരാതി കേൾക്കുള്ളൂ. നീ പുതിയ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നടക്കാതെ പോടേ. എന്റെ സുശീല, നീ അങ്ങനെ ഇപ്പൊ ലോഹ്യം പറഞ്ഞ് എന്റെ പറമ്പിലേക്ക് കയറണ്ടേ? അറിയോ, ഞാനിന്ന് വാട്സാപ്പിൽ കേട്ടതാ, പുതിയ നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്ത് നിയമം? അയൽക്കാരെ നിരീക്ഷിക്കാനാ പോലീസുകാർ പറയുന്നത്. ഓ, ഇനി അതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. സുശീല, നിനക്ക് എന്നെ തന്നെ CCTVയിൽ എന്ന പോലെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റും, പണിയെടുക്കാതെ തിന്നാനും പറ്റും. എനിക്കത് പറ്റില്ലല്ലോ. ഞാൻ പോകുന്നു. കേൾക്കവിടെ ഒരു നന്മമരം. നീ അത്ര നല്ലവനൊന്നും അല്ലടേ.
ആവുന്ന കാലത്തെ നല്ലോണം അധ്വാനിച്ചും വീതം കിട്ടിയ പറമ്പ് നോക്കി തന്നെയാ ഞാൻ പണക്കാരനായത്. അതിന് നീ ചൊറിയൊന്നും വേണ്ട. പണത്തിന് മേലെ ഈ ഡിജിറ്റൽ യുഗത്തിലും ഒരു കാക്കയും പറക്കില്ല. ശരിയാ, പണം വേണ്ടത് തന്നെയാ സുശീല. പക്ഷേ അത് ജീവിക്കാനാ, കുടുംബത്തിലുള്ളവരുടെ സമാധാനത്തിനാ, സുരക്ഷിതത്വത്തിനാ. അല്ലാതെ പണമുണ്ടാക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നത് നല്ലതല്ല. അന്നന്ന് പാതാളത്തിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുക. എന്നിട്ട് നിന്റെ ഒരു ഉപദേശം. വർത്താനം മതി, പോടെ. ഇവിടെ ഒന്ന് പോവാൻ. ഞാൻ നിന്നെ നിരീക്ഷിക്കുക തന്നെ ചെയ്യും. അത്ര വലിയ ഉത്തരവാദി നിന്നെ കൊണ്ടെനിക്കും. ഓ സുശീല, വേണ്ട, നീ എൻ്റെ അടുത്തേക്ക് വരണ്ട. വരണ്ടെന്ന് പറഞ്ഞാ വരണ്ട. ദയവ് ചെയ്തൊന്ന് നിർത്തൂ നിങ്ങളുടെ ഈ വർത്തമാനം. ഞാൻ എന്തുപദ്രവമാണ് അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ചെയ്തത്. ഒരുപാട് കാലം അധ്വാനിച്ചതും കടം വാങ്ങിയതും കൂട്ടിവെച്ച് നിങ്ങളുടെ അയലത്ത് 2.5 സെന്റ് സ്ഥലം വാങ്ങിയതാണോ, പെരവെച്ചതാണോ? പറ സുശീല. അവിടെ നിന്നാ മതി. ഈ വരേന്റെ അപ്പുറത്ത് കടക്കണ്ട. ആഹാ, കളിച്ച് കളിച്ച് എന്റെ പറമ്പിൽ കയറി കളിക്കാനാണോ നിന്റെ പരിപാടി? ഉസ്മാനെ, എടാ ഉസ്മാനെ, നീ കേൾക്കുന്നുണ്ടോ ഇവൻ പറയുന്നൊക്കെ? ഒന്ന് പോയേ സുശീലട്ടാ. എനിക്കാകെയുള്ള എൻ്റെ അമ്മ മരിച്ചപ്പോൾ കുടുംബക്കാർ ദേ അവിടെ ആ ഇതിൻ്റെ അടുത്ത് വെച്ച് കത്തിച്ച് പിറ്റേന്ന് അസ്ഥി പറക്കാൻ ചെന്നപ്പോൾ എൻ്റെ അമ്മയുടെ ഒരു കൈയിൻ്റെ അസ്ഥി കാണാനില്ല. എന്നെ എത്ര എടുത്ത് നടന്ന കയ്യാ അത്. എത്ര എൻ്റെ കൈ പിടിച്ച് നടന്നതാ. ദേഷ്യം പിടിക്കുമ്പോൾ ഞാൻ എത്ര പിടിച്ചു തിരിച്ചൊടിച്ച കയ്യാ. അത് കാണുന്നില്ല. ഇവനാ എടുത്തത്. ഇവനാ കൂടെ എന്നെ ചതിച്ചത് എന്നോടുള്ള ദേഷ്യത്തിന്. രാത്രിക്ക് രാത്രി എൻ്റെ അമ്മയുടെ കയ്യിലെ എല്ലും എടുത്തോണ്ട് പോയി. സുശീല, ഇത്രയും നേരം പറഞ്ഞതൊക്കെ ഞാൻ സഹിച്ചു. ഇതൊരുമാതിരി മറ്റേ വർത്തമാനമായി പോയി. കേട്ടില്ലേ ഉസ്മാനെ? എൻ്റെ അമ്മയുടെ കാര്യം ഇവന് മറ്റേടത്തെ വർത്താനമാ. ഇപ്പൊ നിനക്ക് ബോധ്യമായില്ലേ ഉസ്മാനെ? അയ്യോ, ഈ പറമ്പിലും തേങ്ങ ഉണ്ടാവുന്നുണ്ടല്ലോ എന്നാ എൻ്റെ സങ്കടം. എന്ത് വർത്തമാനമാണ് സുശീല ഇത്? നിന്റെ അമ്മയുടെ കൈയുടെ എല്ല് എനിക്കെന്തിനാ? കുട്ടിയും കോലും കളിക്കാനാ? ഓ, അപ്പൊ കുട്ടിയും കോലും കളിക്കാനാ നീ അത് കൊണ്ടുപോയത് അല്ലേ? അമ്മേ, അമ്മേ, എന്നോട് ക്ഷമിക്കമ്മേ. അമ്മ ഇപ്പോൾ കുട്ടിയായിട്ടാണോ അതോ കോലായിട്ടാണോ അമ്മേ ജീവിക്കുന്നത്? നിന്നോട് വർത്തമാനം പറഞ്ഞു നിൽക്കാനാവില്ല സുശീല. നീ എന്താണെന്ന് വെച്ചാ ചെയ്യ്. അറിയോ, എൻ്റെ മാധുവിനെ ആശുപത്രിയിൽ കാണിക്കേണ്ട ദിവസമായിരുന്നു ഇന്നലെ. പൈസ ഇല്ലാത്തതുകൊണ്ട് അത് നടന്നില്ല. ഈ പുകയും കൂടി ആയപ്പോൾ അവൾക്ക് ശ്വാസമെടുക്കാൻ പോലും പറ്റുന്നില്ല. നിന്റെ കാല് പിടിക്കാനാ ഞാൻ വന്നത്. അപ്പാ, അപ്പാ, ഒന്ന് വേഗം വാപ്പാ. അമ്മയ്ക്ക് 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 വയ്യ. അതാ വരുന്നു. സമാധാനം പോയല്ലോ എൻ്റെ. ഉസ്മാനെ, നീ ഇറങ്ങി പോയിക്കില്ലല്ലോ. സുശീലട്ടാ, എൻ്റെ പണി കഴിഞ്ഞു, ഞാൻ പോണു. ഇനി ഇവിടെ എന്നാ പ്രാന്താവും. എന്നാ നീയും ചെല്ല്. ആരായി വരുന്നത്? ഒരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ. ആരാ നിങ്ങള്? സുശീലനല്ലേ? വെറും സുശീലനല്ല, ഒരിടത്തെ സുശീലൻ. ഞാനൊരു നന്ദി പറയാൻ വന്നതാ. എന്റെ വീട് കുറച്ച് അപ്പുറത്താണ്. ടൈലറാണ്. നമ്മുടെ അമ്പലമുക്കിലുള്ള കലുങ്കില് കുറച്ച് ചെറുപ്പക്കാര് കഞ്ചാവ് ഉപയോഗിക്കുന്നുവെന്ന് പോലീസിൽ അറിയിച്ച് നാടിനെ രക്ഷിച്ച ആളല്ലേ? അത് ഞാൻ തന്നെയാ. അതിലൊരുത്തനെ കണ്ടാലറിയാം. വെറും കഞ്ചാവ് മാത്രമല്ല, മറ്റേതാ സിന്തറ്റിക്. അവൻ്റെ ഒരു മുടിയും താടിയും ട്രൗസറും കയ്യിലൊരു ഫോണും. പുറത്തിറങ്ങരുത്, എന്നാലേ അവനൊക്കെ പഠിക്കൂ. അകത്ത് തന്നെ കിടക്കണം. സാറേ, നിങ്ങൾ പറഞ്ഞ ചെക്കനുണ്ടല്ലോ, മുടി നീട്ടിയ താടിയുള്ള ട്രൗസർ ഇട്ട് നടക്കുന്ന, കണ്ടാൽ തന്നെ മറ്റേതാന്ന് തോന്നുന്ന അവന്റെ അമ്മയാ ഞാൻ. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയാ ഇപ്പോ. പുറത്തിറങ്ങാതിരിക്കുക എന്റെ കുട്ടി. പോലീസുകാര് പിടിച്ചുകൊണ്ട് പോയി വന്നേ പിന്നെ എന്റെ കുട്ടി ചിരിച്ചിട്ടില്ല, മിണ്ടിയിട്ടില്ല.
കണ്ണിമ വെട്ടാതിരിക്കുക. പഠിക്കാൻ മിടുക്കനായിരുന്നു, കളിക്കാനും എന്നും മുന്നിൽ തന്നെ. അവര് കുറച്ച് പിള്ളേര് സ്ഥിരമായി കളിച്ചോണ്ടിരുന്നിടത്താ പുതിയ ടർഫ് വന്നത്. അതിൽ കളിക്കണേ പൈസ വേണ്ടേ? അതുകൊണ്ട് അവനും വേറെ 1-2 പേരും പോവാറില്ല. ആ കല്ലിങ്കിൽ ചെന്നിരുന്ന് വർത്തമാനം പറയും. അപ്പോഴാ സാറ് പറഞ്ഞിട്ടാ പോലീസുകാർ അവരെന്താ ചെയ്തെന്നോ പറഞ്ഞെന്നോ എനിക്കറിയില്ല. പക്ഷേ എൻ്റെ കുട്ടി മിണ്ടുന്നില്ല. ഒന്ന് കരഞ്ഞിരുന്നെങ്കിൽ. നന്ദിയുണ്ട് സാറേ. സാറ് ചെയ്തു തന്നത് വലിയ ഉപകാരം. പുതിയ കോളേജിൽ ചേരേണ്ട ദിവസമായിരുന്നു ഇന്ന്. അവനെ കൊണ്ട് ഇനിയൊരു ശല്യം ഉണ്ടാവില്ല സാറേ. ഞാൻ വരട്ടെ. പിന്നെ സാറേ, മുടിയും താടിയും നീട്ടിയ കുട്ടികളൊക്കെ മറ്റേതല്ല സാറേ. മതി ചോയേട്ടാ, ഞാനിവിടെ കിടന്നോളാം. അയ്യോ മധു, നീ ഓരോന്നോർത്ത് വെറുതെ സൂക്കേട് കൂട്ടണ്ട. എല്ലാം ശരിയാവും. നമ്മൾ തീരുമാനിക്കും പോലെ അല്ലല്ലോ, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ഞാനിപ്പോൾ വരാം. അപ്പാ, അമ്മച്ചിക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ? ഇപ്പോൾ കുഴപ്പമില്ല മോനെ. ഒന്നുറങ്ങിയാൽ അവൾക്ക് കുറച്ച് ആശ്വാസമാകുമായിരുന്നു. അതിനും പറ്റുന്നില്ല പാവത്തിന്. പിന്നെ നാളെയെങ്കിലും പോയി കാണിക്കണം. അതിനു മുമ്പ് ഡോക്ടർ പറഞ്ഞതുപോലെ സ്കാൻ ചെയ്യണം. അല്ലാതെ എന്താ ചെയ്യുക? തോമാച്ചായൻ ഒന്നും തന്നില്ലപ്പാ. പണി പഠിക്കാൻ വരുന്നവർക്ക് കൂടി പൈസ കൊടുക്കാൻ തുടങ്ങിയ മുടിഞ്ഞു പോകുന്നാ പറയുന്നത്. കടായിട്ട് തന്നാൽ പോലും കുടുങ്ങുമെന്ന് അയാൾക്ക് മനസ്സിലായി കാണും. സാരമില്ല. പിന്നെ വേറൊന്നു കൂടിയുണ്ട്. എന്താപ്പാ? ആ KSEB-കാരനും ഇന്ന് വരുമെന്നാണ് പറഞ്ഞത്. സ്വന്തമായി പോസ്റ്റ്, അതായത് പുതിയത് വെക്കുകയാണെങ്കിൽ പൈസ പിന്നെയും കുറേ കൂടും. സുശീലൻ സമ്മതിച്ചാൽ വേറെ പോസ്റ്റ് വേണ്ട. ചെലവ് കുത്തനെ കൂടുകയല്ലേ. ഗ്യാസിന് വേറെ, ഇനിയും പുകയടുപ്പ് ഉപയോഗിച്ചാൽ അവർക്ക് കൂടത്തേ ഉള്ളൂ. ഞാൻ ചെന്ന് സുശീലിനോട് കുറച്ച് പൈസ ചോദിച്ചാലോ? പലിശ കൊടുത്താൽ പോരെ? അപ്പനെന്താ ഒന്നും അറിയാത്ത പോലെ? ഈ പഞ്ചായത്തിൽ ആർക്ക് കൊടുത്താലും അയാൾ നമുക്ക് തരില്ല. നമ്മൾ ഈ വീട് സ്ഥലം ഇട്ടേച്ചു പോവാതെ അയാൾ വിടില്ല. അപ്പോഴാ എന്നോടൊന്ന് വർത്താനം പറഞ്ഞു എന്ന പേരില്ല കാല് പിടിച്ച് കരഞ്ഞിട്ടും സ്വന്തം മോളെ അയാൾ നാട് കടത്തിയത്. അറിയോ? അതിൽ പിന്നെ ഒരു തവണ പോലും ആ കുട്ടി ഇങ്ങോട്ട് വന്നിട്ടില്ല. ശരിയാ മോനെ, നല്ല കൊച്ചായിരുന്നു. പഠിക്കാനും മിടുക്കിയായിരുന്നു. അതിൻ്റെ അമ്മയെ മുറിച്ചു വച്ച പോലെ തന്നെയാണ്. ഇപ്പോൾ എന്താണോ എന്തോ ഒരു പെങ്കൊച്ചുള്ള കാരണം എത്രയാളുടെ സ്വൈര്യമായ ആൾ കെടുത്തിയത്. ചെറുപ്പക്കാരെ കാണുന്നതേ സുശീലനിപ്പോൾ കലിയ. അയാൾക്ക് മാത്രം, ഈ ചെറുപ്പക്കാർക്കും കുട്ടികൾക്കും എന്തിൻ്റെ കേടാന്നാ എല്ലാവരും ചോദിക്കുന്നത്. പരസ്പരം ഒന്ന് മിണ്ടിയ, ഒരുമിച്ച് നടന്ന അപ്പ വരും മതവും ജാതിയും പറഞ്ഞ്. വേണ്ട, പഠിപ്പ് കഴിഞ്ഞ് എവിടെയെങ്കിലും ഒന്ന് ചെന്നിരുന്ന് കളിക്കാന്ന് വിചാരിച്ച ഒരു ഗ്രൗണ്ടുണ്ടോ? ഒക്കെ വലിയ വില കൊടുത്ത് വാങ്ങി കെട്ടിപ്പൊക്കി വെച്ചേക്കുമല്ലേ. വില്ലകളും തേങ്ങാക്കൊലയും. പിന്നെയുണ്ട് ടർഫ്, നല്ല മൊസൈക്ക് ഇട്ട പോലത്തെ പുല്ല്. മണിക്കൂറിന് 2000 വെച്ച് കൊടുക്കണേ. അല്ലേ പിന്നെ തടി അനങ്ങളിൽ ജിമ്മ് പോകണം. അപ്പോഴും പൈസ മാത്രം പോരാ, വിറ്റാമിനും പ്രോട്ടീനും. മനുഷ്യപ്പറ്റില്ലാതെ വളർന്ന് എങ്ങനെ മസിൽ പെരുപ്പിക്കാമെന്ന് വിചാരിക്കുന്ന കുറേ കുട്ടികൾ. പിന്നെ എങ്ങനെ ചെറുപ്പക്കാർ നാട് വിടാതിരിക്കുക? പല വീട്ടിൽ നടക്കുന്ന വയലൻസ് ഒന്നും ഇവിടുത്തെ ഒരു കുട്ടീൻ്റെ ഉള്ളിലുണ്ടാവില്ല. എനിക്കുറപ്പാണ് പല കുട്ടികളും ഒരു വഴിയില്ലാതെ ചെന്ന് പെടുന്നതാ ലഹരിക്ക്. അത്യാവശ്യം സങ്കടവും ദുരിതവും ബാങ്ക് ബാലൻസായി അപ്പച്ചനും അമ്മച്ചിയും നേരത്തെ തന്നതുകൊണ്ട് ഞാനതങ്ങ് ഒത്തുഒപ്പിച്ചും പോകുന്നു. ഡാ, അവൻ്റെ ഒരഹങ്കാരം. തറവാട്ട് വക ഞങ്ങൾക്ക് കിട്ടിയ സങ്കടവും ദുരിതവും കൃത്യമായിട്ട് നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനിയൊക്കെ നിന്റെ കയ്യിലാ. ഇനിയൊന്നും തന്നില്ലാന്ന് നീ പറയത്തില്ലല്ലോ. ഓ, കൂടുതലാണെങ്കിലേ ഉള്ളൂ. മോനെ, ഈ അപ്പനെയും അമ്മച്ചയും കൊണ്ട് ഇത്രയൊക്കെ സാധിക്കുകയുള്ളൂ. ഇതുകൊണ്ട് നീ തൃപ്തിപ്പെടണം. ഓ, മതിയായേ. അപ്പം പറയത്തില്ലേ എപ്പോഴും കുഴി നോക്കി നടക്കണമെന്ന്? അങ്ങനെ വളർത്തിയോണ്ടാണ് ജീവിതത്തിൽ ഒന്നും ആയില്ലെങ്കിലും മറ്റുള്ളവരെ സങ്കടം കണ്ടാൽ മനസ്സിലാവുന്നത്. നിരന്തരം പരാജയപ്പെടുമ്പോഴും തെറ്റായ വഴിയിലൊന്നും പോവാൻ തോന്നാത്തത്.
മറ്റുള്ള പല ചെറുപ്പക്കാർക്കും ഇല്ലാത്തൊന്ന് എനിക്കിപ്പോഴും ഇല്ലേ അപ്പ. അതെന്താടാ ഞങ്ങളറിയാത്ത പുതിയ ഒന്ന്? ഇത്ര വലുതായിട്ടും ഒരു മടിയില്ലാതെ കെട്ടിപ്പിടിക്കുന്ന ഒരപ്പനും അമ്മച്ചി. ആ KCBയിലെ സാറല്ലേ അത്? സാറേ അച്ചോയി, ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. മോനെ, നീ ഒരു ഗ്ലാസ് ചായ എടു. വേണ്ട, ഇപ്പോഴൊന്നും വേണ്ട. ആ ശരിയപ്പ, ഞാൻ എടുക്കാം. സത്യം പറയാലോ സാറേ, ആ. ഒരു കണക്ഷൻ കിട്ടിയ വലിയ ഉപകാരമാകുമായിരുന്നു. എന്താണ് സാർ മുഖം വല്ലാതിരിക്കുന്നത്? സുശീലിനോട് വല്ലതും സംസാരിച്ചോ? അതോ അത് നടക്കില്ല ചോയി. എന്താ? അയാൾ സമ്മതിക്കില്ല. താൻ പുതിയ പോസ്റ്റിനുള്ള പണി നോക്കിക്കോ. ഈശ്വര. ആരെയും കാണുന്നില്ലല്ലോ. എന്താ അവിടെ നടക്കുന്നത്? ഓ, ചിലപ്പോ എനിക്കെതിരെയുള്ള ഗൂഢാലോചനയും വല്ലതൊക്കെ ആവും. അല്ലാതെ എന്താ അവിടെ നടക്കാനാ? മീനേ, അയലയുണ്ട്, മത്തി ചാള, അയല മത്തി ചാള. എന്താ അയൽക്കാര് തമ്മിൽ രാവിലെ തന്നെ ഒരു ലോഹ്യം പറച്ചില്? എന്ത് ലോഹ്യം പറയാനാണോ? അല്ല, അത് എനിക്കും അറിയാമല്ലോ. തല്ല. നിങ്ങൾ പറ, ഇത്രയും കാലമായിട്ട് ഈ ചോയ് നിങ്ങളുടെ അടുത്തുനിന്ന് ഒരു 2 കിലോ മീൻ ഒന്നിച്ച് വാങ്ങിയിട്ടുണ്ടോ? അല്ല, ഉണ്ടോ? ഇല്ല. എന്താ കാര്യം? വിരോധം. അവൻ മീൻ വാങ്ങിയിട്ട് നീ അങ്ങ് വഴക്കാരനാവോ എന്നുള്ള പേടി. എങ്ങനുണ്ട്? അതവിടെ നിക്കട്ടെ സുശീല, നിനക്ക് കുറച്ച് അയല എടുക്കട്ടെ. അയ്യോ വേണ്ട, മീനാണെങ്കിലും ചത്ത് കിടക്കുന്ന കാണുമ്പോൾ എനിക്ക് വലിയ സങ്കടമാണ്. പിന്നെ മുറിക്കുക, ഉപ്പും മുളകും തേക്കുക, കറി വയ്ക്കുക, പൊരിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാലേ മഹാപാവമല്ലയോ. ഞാൻ വല്ല സാമ്പാറോ അവയിലോ കഴിച്ചോളാം, എനിക്കതാ ഇഷ്ടം. എനിക്കൊന്നും കാണാൻ പറ്റത്തില്ല. ശരി, ഞാൻ പോകുന്നു. നിന്റെ അടുത്ത് നിന്നാല് ഞാൻ വേറെ പണി നോക്കേണ്ടി വരും. മീനേ, മത്തി, അയല ചാള, മീനേ. ഹലോ, എവിടുന്നാ? സ്വകാര്യ ഫിനാൻസോ? ലോണോ? എനിക്ക് നിങ്ങളെ ലോണും കീടൊന്നും വേണ്ടാന്ന്. ഒരാളെ കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് ലോക്കറിലിട്ട് പൂട്ടാൻ പറ്റുമോ? ഇല്ലേ? ഇല്ലേ, വേണ്ട. നിന്റെ ലോൺ എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞ സ്വകാര്യ ഫിനാൻസേ? എൻ്റെ പൈസ കണ്ടിട്ടല്ലേ ഈ സ്നേഹം? അത് തന്നെയാ. നിനക്ക് അങ്ങോട്ട് പലിശയ്ക്ക് പൈസ വേണോ? വേണ്ടായോ? എന്നെ വെച്ചിട്ട് പോടേ. ചോയല്ലേ തിരക്കിട്ട് വരുന്നത്? സുശീല, എന്താണോ? KCBക്കാരൻ ഒരു കാര്യം പറഞ്ഞു. ഇപ്പോൾ ഒരു പോസ്റ്റിന് കൊടുക്കാനൊന്നും എൻ്റെ കയ്യിൽ പൈസയില്ല. അതുകൊണ്ടാണ്. അയൽക്കാരാവുമ്പോൾ അങ്ങനെയൊക്കെയല്ലേ, ഉള്ളത് കൊടുത്തും ഇല്ലാത്തത് വാങ്ങിയൊക്കെ. അമ്പമ്പമ്പമ്പോ, ഇവിടെ അങ്ങനെ നിന്റെ വീട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരേണ്ടുന്ന ഒരു സാധനവും ഇല്ല. ആ വർത്താനം പറയേം വേണ്ട. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു ലൈറ്റ് കത്താനുണ്ടെങ്കിൽ വീട്ടിലിരിക്കാൻ ഒരു സുഖമല്ലേ സുശീല? എൻ്റെ ഭാര്യയ്ക്ക് വയ്യാത്തോണ്ടാ. അല്ലായിരുന്നെങ്കിൽ വേണ്ടാന്ന് വെച്ചേനെ. വേണ്ടാന്ന് വെച്ചോ? എൻ്റെ പറമ്പിൽ കൂടെ വയറ് വലിച്ചാൽ ഇവിടുത്തെ പരിസ്ഥിതിക്ക് മൊത്തം ദോഷമാണ്. ഞാൻ വാട്സാപ്പിൽ വായിച്ചതാ. ഈ ഇലക്ട്രിക് വയറിൻ്റെ അടിയിൽ താമസിക്കുന്ന സസ്യലതാദികൾക്കും ജന്തുവർഗത്തിനും ആപത്താന്ന്. ഞാനതുകൊണ്ട് അതൊരിക്കലും ചെയ്യത്തില്ല. അത് വേറെ കാര്യം. അതെന്താ, സൈലന്റ് വാലിയുടെ ബ്രാഞ്ച് വല്ലതും ആണോ ഇത്? സാരമില്ലടോ ജമന്തി ചെടിയെ. ജോയി പറയുന്നൊന്നും നിങ്ങൾ കേൾക്കണ്ട. അതെ ജോയി, ഞാൻ നിന്നെപ്പോലെയല്ല, പരിസ്ഥിതി സ്നേഹിയാ. നിനക്കറിയോ, ഞാൻ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് കളഞ്ഞ തക്കാളിയുടെ വിത്ത് പൊടിച്ച് വലുതായി ഒരു തക്കാളി വരെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഫോട്ടോ ഇപ്പോഴും എൻ്റെ ഫോണിലുണ്ട്. കാണണോ? വേണ്ട സുശീലേട്ടാ, നിങ്ങളുടെ വീട്ടിലെ പേരക്ക ഞങ്ങളുടെ വീട്ടിലേക്ക് വീഴുമെന്ന് വിചാരിച്ച് ആ മരത്തിന് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊടുത്ത മനുഷ്യനല്ലേ നിങ്ങൾ? അപ്പോൾ മോനും സമരത്തിന് ഇറങ്ങിയോ? അതെ, അതിൻ്റെ മേലേ ഈ കട്ടുറുമ്പ് കൂട് കൂട്ടിയിട്ടുണ്ട്. അല്ലേ? വേണ്ട. എന്തിനാ കള്ളം പറയുന്നത്? നിങ്ങൾ തിന്നാതിരിക്കാൻ വേണ്ടി തന്നെയാ. എൻ്റെ വീട്ടിലുണ്ടാവുന്ന പേരയ്ക്ക അങ്ങനെ നിന്റെ തൊള്ളേ കയറ്റേണ്ടടോ.
മോനെ നീ ചെല്ല്, ഞാൻ പറഞ്ഞോളാം. അച്ഛനും മോനും എന്നെ ചോദ്യം ചെയ്യാൻ വന്നതാ, എന്താ സ്വസ്ഥത കളയാൻ. വെറുതെയാണോ സുശീലേട്ടാ നിങ്ങൾക്ക് സ്വസ്ഥതയില്ലാത്തത്? ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വന്നത്? തരം പറയുന്നോടാ. എന്നാ കേട്ടോടാ, നിന്റെ തള്ളയും തന്തയും കൊണ്ട് മാത്രമേ എനിക്ക് സ്വസ്ഥത ഇല്ലാതുള്ളൂ. എനിക്കെന്താ ആരുമില്ലെന്നാ വിചാരം? എന്റെ മോളെന്താ നിന്റെ കണ്ണി പിടിച്ചിട്ടില്ലേ? ഡാ ഇങ്ങോട്ട് നോക്ക്. എന്റെ മോള് പഠിക്കുന്നത് അങ്ങ് തലസ്ഥാനത്താ, ഡൽഹിയിൽ വലിയ കോളേജില്ല. അത് മനസ്സിലാവണമെങ്കിലേ മര്യാദയ്ക്ക് നല്ല സ്കൂളിൽ പോകണം, അവിടെ പോയി പഠിക്കണം. പൂവർ വെജിറ്റേറിയൻ എഴുതിയത് കണ്ട് പൂരി വെജിറ്റേറിയൻ എന്ന് വായിച്ചവരല്ലോടാ അതാ ഈ നിൽക്കുന്ന നിന്റെ തന്ത. എടോ എന്റെ അപ്പനെ പറഞ്ഞാലുണ്ടല്ലോ. പിന്നെ തന്നെ ഞാൻ മര്യാദയ്ക്ക് വർത്തമാനം പറയണം. വിടപ്പാ. വേണ്ട ഇയാളെ ഞാൻ അയാൾ ഒന്നും ചെയ്യരുത്, പിന്നെ അതാവും പ്രശ്നം. നമ്മളൊന്നും അല്ലെങ്കിലും അയൽക്കാരല്ലേ, അത് കണക്കാക്കണ്ടേ? അയൽക്കാര് എങ്ങനെ പ്രശ്നം ഉണ്ടാക്കാന്ന് വിചാരിച്ച് നടക്കുന്ന ഇയാളെയാണോ അയൽക്കാരനെ കൂട്ടുന്നത്? നീ നിർത്തു മോനെ. നിർത്തണ്ട, അവൻ പറഞ്ഞോട്ട്, അവൻ പറയും തെളിയട്ട്. പറയും. നിങ്ങൾ വലിയ കാര്യത്തില് മോളെ പഠിപ്പ് പറഞ്ഞല്ലോ. അവളെ എനിക്കും അറിയാം. അവള് ഞാൻ നാട്ടിൽ തന്നെ പഠിച്ചോളാന്ന് കരഞ്ഞ് കാല് പിടിച്ചിട്ടും കേൾക്കാത്ത ആളല്ലേ നിങ്ങൾ. അതിനെ നാട് കടത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അത് എന്റെ വീട്ടിലെ കാര്യം, എന്റെ മോടെ കാര്യം, അത് നീ നോക്കണ്ട. മൊട്ടയിൽ നിന്ന് വിരിയുന്നതിന് മുമ്പ് അവന്റെ വർത്താനം കണ്ടില്ലേ? അല്ല സുശീല, ഞാനൊന്ന് ചോദിക്കട്ടെ, അപ്പോൾ നിന്റെ ഭാര്യയോ? പറഞ്ഞു വിടാൻ മാത്രം ഹേമ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? എന്ത് മനുഷ്യത്തുള്ള സ്വഭാവമായിരുന്നു ഹേമേച്ചിക്ക്. എന്തുണ്ടെങ്കിലും ഞങ്ങൾക്കും തരും. അത് നാവിൽ വെച്ചാൽ തന്നെ വയറ് നിറയും. അതുകൊണ്ട് തന്നെയാ ഞാൻ അവളെ ഒഴിവാക്കി. നല്ലത് എന്തുകൊണ്ട് കൊടുത്താലും പറയും ഇത്തിരി അപ്പുറത്തെ വീട്ടിൽ നിന്ന് കൊടുത്തോട്ടെ എന്ന്. സ്നേഹം അങ്ങനെ ഒലിക്കല്ലേ. ഞാൻ അധ്വാനിച്ചുണ്ടാക്കി എൻ്റെ ഭാര്യയ്ക്കും മകൾക്കും കൊടുക്കുന്നത് കണ്ണിക്കണ്ട അയലത്തെ അയലവലാദികൾക്ക് കൊടുക്കാനുള്ളതല്ല, അവർക്ക് തിന്നാനുള്ളതുമല്ല. നിങ്ങളുടെ ഈ വൃത്തിയായിട്ട സ്വഭാവം കൊണ്ടാ അവരിട്ടേ ചോടിപ്പോയത്. എന്ത് പറഞ്ഞടാ നീ? എടാ നിന്നെ ഞാൻ എന്നെ തൊട്ടാലുണ്ടല്ലോ. തൊട്ടാ നീ എന്താ ചെയ്യൂടാ? നിങ്ങളെ ഞാൻ എന്നാ ബാക്കി പോലീസ് നോക്കിക്കൊള്ളും. ഞാൻ ഇപ്പൊ വിളിക്കും പോലീസിനെ. വിളിക്കൂടാ പോലീസിനെ. നീ അവിടെ നില്ല. നീ ചെല്ല്, പോകാനാ പറഞ്ഞത്. ഹലോ പോലീസ് സ്റ്റേഷൻ അല്ലേ സാറേ? ഞാൻ സുശീലനാ, വലിയേടത്തെ സുശീലൻ. എന്റെ അയൽക്കാരൻ പ്രശ്നക്കാരനാ. സാറ് വന്നിട്ടില്ലേ എന്നെ അവൻ നരിവലിയാക്കുമെന്നാ പറയുന്നത്. അതെ സാറേ, അയൽക്കാരൻ ചോയിന്നാ. അത് തന്നെ വേഗം വരണേ സാറേ. ഹോമം ഇപ്പൊ തുടങ്ങുമെന്നാ എന്റെ പേടി. സാറ് വാ, പെട്ടെന്ന് വാ സാറേ. ഹോമമോ? അല്ല, 16 അടിയന്തരം. അയ്യോ, അതിവിടെ പറഞ്ഞതാ സാറേ. സാറിനോടല്ല, എന്നെ ഒരു പായ കിടത്തിയിരിക്കുക. എന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ സമ്മതിക്കല്ലേ സാറേ? സാറേ വേഗം വരണേ, അല്ലെങ്കിൽ അവൻ എന്നെ കുഴിച്ചു മൂടും. എടാ, ഇനി കാര്യം എളുപ്പം തീരുമാനമാവും. എന്ത് തീരുമാനം? താനല്ലേ എന്നെ അടിക്കാൻ വന്നേ? എന്നിട്ട് നീ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞത്? ആരോടാ? നിങ്ങൾ ആ വളിപ്പൻ വക്കീലിനോടാണോ? അല്ല, പോലീസിനോട്. ഇനി നിന്റെ കളി ഇവിടെ നടക്കത്തില്ലടാ ചോയി. സുശീല, ഇനി വർത്തമാനം പറയാൻ ഞാനില്ല. പോവല്ലേ, തീരുമാനമായിട്ട് പോയാ മതി. ഇപ്പൊ പേടിയായില്ലേ? ഞാനെന്തിനാ പേടിക്കണേ? നിങ്ങളല്ലേ ഒക്കെ ചെയ്തത്. എന്റെ പറമ്പിലേക്ക് അതിക്രമിച്ച് കടന്നതും പോരാ, ഞാൻ പോകുന്നു. എനിക്ക് വേറെ പണിയുണ്ട്. ചെല്ല്, പോലീസ് ഇപ്പൊ വരും. അയ്യോ എനിക്ക് വയ്യായേ. അയ്യോ, എന്നെ വർദ്ധിച്ചേ, എനിക്ക് വയ്യായേ. സാർ ഇപ്പോഴെങ്കിലും വന്നത് നന്നായി. എന്നെ അടിച്ചടിച്ച് അവശനാക്കി. കുറച്ചുകൂടി സാറ് താമസിച്ചാ വന്നിരുന്നെങ്കിൽ സാറിന്റെ എന്റെ പണം TV കാണാമായിരുന്നു. എടോ, താനെന്താ പിച്ചും പയ്യും പറയുന്നേ? എന്നെ മാത്രമല്ല സാറേ, ആ ചോയി നമ്മുടെ KSEB-കാരനെ വരെ കുത്തിപ്പറഞ്ഞു സാറ്. ഞാൻ കരഞ്ഞു പറഞ്ഞു, മോനെ എന്തിനെ തള്ളി പറഞ്ഞാലും അവരെ മാത്രം കുത്തി പറയരുന്ന്. അത് കേട്ടതും അവനെന്റെ മുഖത്ത് അടിച്ചു സാറേ. താനെന്താ ഈ പറയണേ? ആരുടെ കാര്യമാണ് പറയണേ? എന്റെ അയൽവക്കക്കാരന്റെ കാര്യം. അതാ അവന്റെ വീട്. താനിക്കെന്താ തലക്കോളമുണ്ട്? എന്താ തന്റെ പ്രശ്നം? അയൽക്കാരനാ സാറേ എന്റെ പ്രശ്നം. ഞാനാ സാറേ പറഞ്ഞ ചോയ്യേ, ഈ സ്ഥലം വാങ്ങിക്കോളൂ, എന്നാ നമുക്ക് മിണ്ടിയും പറഞ്ഞു ഇവിടെ ഇരിക്കാലോ എന്ന്. അങ്ങനെ സ്ഥലം വാങ്ങി വീടുണ്ടാക്കിയവൻ ഇപ്പൊ അവൻ എന്നെ പിടിക്കുന്നില്ല സാറേ. അട്ടേനെ പിടിച്ച് അലമാരയിൽ വെച്ചെന്ന് പറഞ്ഞതുപോലെ ഇവന്റെ കാര്യം. ഇന്ന് രാവിലെ തന്നെ എനിക്ക് നേരെ ഒരു ആക്രമം, എന്നെ മർദ്ദിച്ചു സാറേ.
ഒന്ന് പോടോ അവിടുന്ന്. താനല്ലേ അയൽക്കാരനെ കൊണ്ട് ശല്യമാണെന്ന് പറഞ്ഞ് എല്ലാ ദിവസവും വിളിച്ചോണ്ടിരിക്കണത്. അയാൾ പറ്റും പോലെ അയാളെ പറമ്പിൽ ജീവിച്ചോട്ടോടെ. അത് ശരി. സാറിപ്പോ അവന്റെ കൂടെയായില്ലേ? സാറേ, പോലീസല്ലേ വാച്ച് യുവർ നെയ്ബർ എന്ന് പറഞ്ഞ് പദ്ധതി ഉണ്ടാക്കിയത്? അങ്ങനല്ലയോ സാറൊന്ന് ഓർത്തു നോക്കിയേ. ഓഹോ, അപ്പൊ അതും പറഞ്ഞു തുടങ്ങിയതാവും. വടി കൂടി തടി വാങ്ങി. എടോ, ഒന്നാമതായി വാച്ച് യുവർ നൈബർ, അയൽക്കാരനെ ശ്രദ്ധിക്കൂ എന്നൊരു പദ്ധതി പോലീസിനില്ല. സേ ഹലോ ടു യുവർ നൈബർ എന്നതാണ് പദ്ധതി. അത് കൊച്ചിയിലെ ഓരോ ഫേക്ക് വാട്സപ്പ് വാർത്തയും വായിച്ച് ഇറങ്ങിക്കൊള്ളും. സേ ഹലോ ടു യുവർ നെയ്ബർ എന്ന് വെച്ചാൽ എന്താ സാറേ? അയൽക്കാരനോട് ഹലോ എന്ന് പറയാൻ. എന്റെ പട്ടി പറയും. അതാ തന്റെയൊക്കെ കുഴപ്പം. ഞാനും എന്റെ പറമ്പും അലമാരയും മതിയെന്ന് വിചാരിക്കുന്ന സുശീല നിന്നെപ്പോലത്തെ ആൾക്കാരാ അയൽക്കാരെ പറയിപ്പിക്കുന്നത്. മൂത്ത് നരബലി വരെ എത്തിക്കുന്നത്. സാറേ, വന്ന സ്ഥിതിക്ക് ചോയിനെ കൂടി കണ്ടിട്ട് ഞാൻ പോണുള്ളൂ. സാറേ, അതേതായാലും എന്തായി, നല്ലോണം ഒന്ന് വിരട്ടിക്കോണം. അയൽക്കാരെയൊക്കെ ഒന്ന് ബഹുമാനിക്കാൻ അവനോട് പ്രത്യേകിച്ച് പറയണം കേട്ടോ. തന്നെ ഞാൻ സാറേ എന്റെ ഷർട്ട് വിട്ടു സാറേ. ഞാനൊരു പാവല്ലയോ സാറേ. ഓഹോ, താങ്ക് യു. എന്നാ ശരി സാറേ, അവനവിടെ ഉണ്ട്. സാറ് ചെല്ല് അങ്ങോട്ട് ചെല്ല്. മേലാൽ എന്നെ കൊണ്ട് ഒരു ശല്യം ഇനി ഉണ്ടാവത്തില്ല സാറേ. സാറ് ചെന്നു. ഭാഗ്യം, പോലീസുകാരൻ ചോയിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ദൈവമേ, ആ ചോയ് വല്ല തോന്നിയാസവും പറഞ്ഞ് പോലീസുകാരൻ്റെ കയ്യിൽ നിന്ന് 2 വാങ്ങിക്കണേ. സാരമില്ലടാ, പോട്ടെ. ഒന്നുമല്ലെങ്കിൽ നമ്മുടെ അയൽക്കാരല്ലേ. അയൽക്കാരൻ അപ്പം പിടിച്ചില്ലായിരുന്നെങ്കിലുണ്ടല്ലോ അയാളെ ഞാൻ ഇതങ്ങനെ വിടരുതപ്പാ. മോനെ, എനിക്കിപ്പോഴും നല്ല ഓർമ്മയാണ്. കൊറോണയുടെ സമയമാണ്. 5 പൈസ കയ്യിലില്ല. സമ്പർക്കത്തിലുള്ള ആളുകളെ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് പിടിച്ചുകൊണ്ട് പോകുന്ന ദിവസങ്ങളാണ്. എത്രയോ തവണ ഒരു കാരണവുമില്ലാതെ അയാൾ എൻ്റെ പേര് കോണ്ടാക്ട് ലിസ്റ്റിൽ പറഞ്ഞ് കുഴപ്പിച്ചെന്നറിയാമോ? ഞാൻ എന്തു ചെയ്തിട്ടാണ്, ആരെ പോയി തൊട്ടിട്ടാണ് മോനെ? വീട്ടിൽ തന്നെ ഇരുന്നാലും പിന്നെയും പണവും സ്വാധീനവും കുതന്ത്രവും വെച്ച് കോണ്ടാക്റ്റ് ആണെന്ന് പറഞ്ഞ് ആശുപത്രിക്കാർ പിടിച്ചുകൊണ്ട് പോകും. ശരിയാ, അയാൾക്കത് മനസ്സിലാവില്ല. കാരണം അയാളെ കണ്ണില് നമ്മൾ മനുഷ്യരല്ല മോനെ. മോനെ, പോലീസ്. ആരാ ചോയി? ഞാനാ സാറേ. ഇതെൻ്റെ ഭാര്യ മാധു. ഇത് മോൻ. എന്താ കാര്യം? നിങ്ങൾ നിരന്തരം അയൽക്കാരെ, എന്താണ് അയാളുടെ പേര്? സുശീലനെ ഉപദ്രവിക്കുന്നു എന്നാണല്ലോ പരാതി. അങ്ങനെയൊന്നും അല്ല സാറേ. അയാളാ സാറേ, ഞങ്ങളെ പുകച്ച് പുറത്ത് ചാടിക്കാനാ സാറേ. എത്ര സഹിച്ചിട്ടും അയാളുടെ ദ്രോഹം അയാളെ നിർത്തുന്നില്ല. അങ്ങനെയല്ലല്ലോ അയാൾ പറഞ്ഞത്. അതാ സാറേ സത്യം. അറിഞ്ഞുകൊണ്ട് ആരെ ഉപദ്രവിക്കാത്തവരാ സാറേ ഞങ്ങള്. ജീവിക്കുന്നത് തന്നെ നല്ല ബുദ്ധിമുട്ടില്ല. ഞങ്ങൾ ആരോടും മോശമായി പെരുമാറില്ല സാറേ. എന്നും കഷ്ടപ്പാടായിരുന്നു. ഒന്ന് നേരെ നിൽക്കാനായപ്പോഴേക്കും സൂക്കേടുകളും വന്നു. അങ്ങനെയുള്ള ഞങ്ങള് മറ്റൊരാളെ എന്ത് ചെയ്യാനാ? ഇനി സാറ് പറഞ്ഞാൽ മതി, ഞങ്ങൾ ഇവിടെ ഒന്ന് പോണോ? ഈ കരച്ചിലും അഭ്യാസമൊന്നും എൻ്റെ അടുത്ത് വേണ്ട. ഒരു തവണ ഞാൻ ക്ഷമിക്കാം. ഇനിയും വരേണ്ടി വന്നാലേ? വേണ്ട, ഇനി സാറ് വരേണ്ടി വരില്ല. നമുക്കിവിടെ നിന്ന് പോകാൻ ചോദിയട്ട. ഇനി ഇവിടെ നിൽക്കണ്ട. ഈ കല്ലും മണ്ണും അയാൾ എടുത്തോട്ടെ. ഏതെങ്കിലും നാട്ടില് പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് ആയാലും വേണ്ടില്ല. എനിക്ക് ഒരു കുഴപ്പവുമില്ല ചോദിയട്ട. ഇനി വേണ്ട, ഇനി ഇവിടം വേണ്ട. മാധു, സമാധാനിക്കേ. ഹലോ, സുശീലേട്ടാ, ഞാൻ കുമാരനാ. സുശീലേട്ടാ, ഇന്നലെ നിങ്ങൾ അയച്ച ആ വാർത്തയുണ്ടല്ലോ, അത് ശരിക്കും എന്നെ പുളകം കൊള്ളിച്ചു കേട്ടോ. പിന്നില്ലേ, ഇതൊക്കെയല്ലേ നമ്മുടെ സാമൂഹ്യ പ്രവർത്തനം. പിന്നെ ഈ ചില വാട്സപ്പ് വാർത്തകളെ കാര്യം പറഞ്ഞാലേ വലിയ രസമാണ്. ഉദാഹരണത്തിന് 50 ഒളിച്ചോടിയ കാരണം കേട്ടാൽ ഞെട്ടും. എങ്ങനെയുണ്ട്? അതും
അത് ഞാനുണ്ടാക്കിയതാ. ചുമ്മാ ഒരു രസം. പരിചയക്കാർക്ക് അയച്ചു കൊടുക്കും. കുറച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്നെ പലരും അയച്ചു തരും. അമ്മാതിരി വാർത്തകൾ ഇനി കിട്ടിയാലേ വേറെ ആർക്കും കൊടുക്കുന്നതിന് മുമ്പ് എനിക്ക് തന്നെ അയച്ചു തരണേ. ഒരു പത്രം അങ്ങോട്ട് തുടങ്ങിയാൽ എന്താന്നൊരു ചിന്ത. ഈ പത്രത്തിൽ വന്ന വാർത്ത കണ്ടോ? 19കാരി അറസ്റ്റിൽ നിന്ന്. എന്താ ഒരു സുഖം കേൾക്കാനേ. ഹലോ, ഏത് രാഘവേട്ടൻ്റെ മോളോ? നല്ല കുട്ടിയാണല്ലോ, ബെസ്റ്റ് കുട്ടി. ഏയ് ഒരു പ്രശ്നവുമില്ല, നല്ലവണ്ണം പഠിക്കും. പണ്ടെന്തോ ഒരു സംശയം ചോദിക്കാൻ കൂടെ പഠിക്കുന്ന ഒരു ചെക്കൻ്റെ കൂടെ എവിടെ പോയതാ. പിന്നെന്ത് പറയാനാ. ശരി ശരി, ആയിക്കോട്ടെ. സുശീല, വേറെ വീട് എളുപ്പം കിട്ടുമെന്നൊന്നും അറിഞ്ഞുകൂടാ. ഏതെങ്കിലും തിണ്ണേ കയറി കിടക്കാം. എന്നാലും സാരമില്ല, ഞങ്ങൾ ഈ വീട് വിട്ടു പോവുകയാണ്. സത്യം? അതെ. അയ്യോ, ഇപ്പോഴാ നിനക്ക് നല്ല ബുദ്ധി വെച്ച്. നല്ല തീരുമാനം തന്നെ. കടം കൂടുന്നതല്ലാതെ ഒരു സ്വസ്ഥതയും ഈ വീട് തന്നിട്ടില്ല. ഞങ്ങളെപ്പോലുള്ളവർ കുഴി കിടന്നുറങ്ങണമെന്നാ മറ്റുള്ളവർ വിചാരിക്കുന്നത്. പിന്നെയും ഫോൺ. എനിക്കിപ്പോൾ മനസ്സില്ല ഫോൺ എടുക്കാൻ. പിന്നെ സുശീല, രാവിലെ പറഞ്ഞതിന് എന്നോട് അലോഹ്യം തോന്നരുത്. നിങ്ങളൊക്കെ വലിയ മനുഷ്യന്മാരാ. നിങ്ങളുടെ ഒരാവശ്യത്തിന് പോലീസ് കൂടി വേഗം വന്നപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലായി. അവൾ പറയുക, നമ്മുടെ അയൽക്കാരന് വല്ലായ്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോയേട്ടാ, നമുക്ക് വേറെ എവിടെയെങ്കിലും പോവാമെന്ന്. എന്നാ ആയിക്കോട്ടെ എന്ന് ഞാനും. പിന്നെയും അവൾ പറയുക, സുശീലേട്ടനോട് പ്രഷറിൻ്റെ മരുന്നൊക്കെ സമയത്ത് കഴിക്കാൻ പറയണമെന്ന്. ഹേമ ഏൽപ്പിച്ചതാണത്. കുറെ നേരമായാലും ഈ വക്കീല് വിളിക്കുന്നത്. ഞാനത് നോക്കട്ടെ. എൻ്റെ വക്കീലേ, അവൻ ഒഴിഞ്ഞു പോവാൻ ഒടുക്കം തീരുമാനിച്ചു വക്കീലേ. നമ്മളെ കാര്യം നടന്നു വക്കീലേ. സന്തോഷമായി. അയച്ചോ. അല്ല, കാര്യം പറയേ, കാണാമല്ലോ. അയച്ചോന്നേ, ആദ്യം കാര്യം പറയേ, ഞാൻ കേൾക്കാം. വാട്സപ്പിലല്ലേ? അയച്ചോ, ഞാൻ കേൾക്കാം. 10 ലക്ഷത്തിന്റെ മയക്കുമരുന്നുമായി മലയാളി വിദ്യാർത്ഥിനി പിടിയിൽ. ഡൽഹി കോളേജ് ഓഫ് ടെക്നോളജിയിലെ ലേഡീസ് ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് നടന്ന റെയ്ഡിൽ 1ാം വർഷ വിദ്യാർത്ഥിനി രേഷ്മ സുശീലൻ അറസ്റ്റിൽ. ഇന്നലെ രാത്രിയായിരുന്നു റെയ്ഡ്. കോളേജ് ഹോസ്റ്റലിൽ മയക്കുമരുന്ന് ഉപയോഗം വ്യാപകമാകുന്നുവെന്ന പരാതികൾക്കിടയിലാണ് റെയ്ഡുമായി പോലീസ് മുന്നോട്ട് വന്നത്. കൂടുതൽ അന്വേഷണം നടക്കുമെന്നും കൂടുതൽ അറസ്റ്റുകൾ രേഖപ്പെടുത്തുമെന്നും പോലീസ് കമ്മീഷണർ അറിയിച്ചു. അയ്യോ ദൈവമേ, എന്റെ മോള് എന്റെ മോളെ പോലീസ് പിടിച്ചത്. മയക്കുമരുന്ന് കൈവശം വെച്ചതിന് എന്റെ മോളെ പോലീസ് പിടിച്ചത്. അയ്യോ, ഇത് ഞാൻ എങ്ങനെ സഹിക്കും? ഞാൻ ആരോട് പറയും? സമാധാനിക്കേ. എന്താ, നെഞ്ചുവേദനയാണോ? എനിക്ക് തല ചുറ്റുന്നത് പോലെ തോന്നുന്നു ജോയി. ഞാൻ പിടിച്ചിട്ടുണ്ട്. മെല്ലെ, പേടിക്കണ്ട, ഒന്നുമില്ല. ദാദാ, ഇവിടെ ഇരിക്കെ. മെല്ലെ. വേർക്കുന്നുണ്ടല്ലോ. സുശീല, ഞാൻ വീശിത്തരാം. ചിലപ്പോ BP കയറിയതാവും. ദാ മോനെ, വേഗം ഇങ്ങോട്ട് വാ. കുറച്ച് വെള്ളം കൊണ്ട് വാടാ, വേഗം വാ. ദാ സുശീല, ഇത് കുടിക്ക്. കുറച്ച് പോരാ, കുറച്ചുകൂടി. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ഒന്നും പേടിക്കണ്ട, ആശുപത്രി പോയാലോ? ഞാനൊരു വണ്ടി വിളിക്കട്ടെ? വേണ്ട മതിച്ചോയി, ഇപ്പൊ കുഴപ്പമില്ല. മോളെ കാര്യം ആലോചിച്ചപ്പോ എന്റെ മോളിപ്പോ എവിടെയാവും? എനിക്ക് അവളെ ഒന്ന് കാണണം. സമാധാനിക്കേ. ഞാൻ കാരണമാ എന്റെ മോള് ദൂരെ ഏതോ സ്ഥലത്ത്.
നാട്ടിലിരുന്ന് പഠിക്കാൻ എന്റെ കാല് പിടിച്ച് പറഞ്ഞതാ. ഞാനത് കേട്ടില്ല. എപ്പോഴോ ഫോണിൽ വിളിച്ച് കരയുമായിരുന്നു. ഞാൻ തിരിച്ചു വരാൻ സമ്മതിച്ചില്ല. കൊടുക്കാം. ഒരു കുഴപ്പമില്ല, എല്ലാം ശരിയാവും. അവൾക്കൊന്നും പറ്റില്ല. സമാധാനിക്കേ. ചോയി, എന്റെ തെറ്റാ, എന്റെ മാത്രം തെറ്റ്, എന്റെ മാത്രം തെറ്റാത്. സുശീല, ഞാൻ കുട്ടികളെ പോലെ കരയാതെ. സുശീല, കുട്ടികള് വീട്ടുകാരുടെ നിർബന്ധത്തിനനുസരിച്ച് പറിച്ചു നടാനുള്ള കഴുക്കോലല്ല. അതൊരു ചെടിയാ. വെള്ളം കൊണ്ട് മാത്രം അത് വളരില്ല. സ്നേഹമുള്ള ഒരു വീടും വേണം. എനിക്കിപ്പോ എല്ലാം മനസ്സിലാകുന്ന എന്റെ ചോയെ. കേസൊക്കെ തീർത്ത് ഇനിയെങ്കിലും നിങ്ങളുടെ മോളെ വേഗത്തിൽ തിരിച്ചു കൊണ്ടുപോവാ. അപ്പോഴും തീരുന്നതേ ഉള്ളൂ എല്ലാം. സമാധാനിക്കേ. എന്റെ ചോയി, സ്വന്തം അമ്മയെ, പെറ്റതള്ളയെ, എന്റെ പെറ്റമ്മയെ വേഗത്തിൽ മേലോട്ട് വിളിക്കാൻ കാത്തിരുന്ന മഹാഭാവിയാ ഞാൻ. യോ, ചെലവ് കുറയ്ക്കാനാ. ഭാര്യ ഒഴിവാക്കിയപ്പോഴും സന്തോഷമായിരുന്നു. കുറഞ്ഞ വിലയ്ക്ക് നിങ്ങളെ സ്ഥലം വാങ്ങി റോഡ് വരവും വലിയ വിലയ്ക്ക് വിൽക്കാനായിരുന്നു എൻ്റെ മോഹം. പക്ഷേ സത്യം, എൻ്റെ മോളെ എനിക്ക് ഇഷ്ടമായിരുന്നു. സത്യമാ ചോയി, എൻ്റെ മോളെ എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു. ചോയി, നീ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ. വേണ്ടോ വേണ്ടോ വേണ്ടോ, തന്റെ കാലം ഞാൻ പിടിക്കാം. താനെവിടെയും പോണ്ട, താനെവിടെയും പോണ്ട, താൻ എന്നെ വിട്ട് എവിടെയും പോണ്ട. എന്താ സുശീല ഇത്? അയ്യോ, എഴുന്നേൽക്കുക. മോനെ. എന്താ സുശീലേട്ടാ? ചോയി, സുശീലനാ പറയുന്നത്. നിങ്ങളിവിടെ വേണം. എൻ്റെ നല്ല അയൽക്കാരായി, നല്ല കൂട്ടുകാരനായി, ഒന്ന് വിളിച്ചാൽ ഓടി വരാനായി നിങ്ങളിവിടെ വേണം. എന്നെ വിട്ടിട്ട് എങ്ങും പോകല്ലേ. എനിക്ക് ആദ്യം എൻ്റെ മോളെ രക്ഷിക്കണം. എന്നിട്ട് സമാധാനമായി ഒന്ന് ജീവിക്കണം. ഇന്നത്തെ പല കുട്ടികൾക്കും പറ്റുന്ന തെറ്റാണ് ഇതും. സാരമില്ല, നമുക്ക് ക്ഷമിക്കാം. സുശീല, തെറ്റുതിരുത്തി അവരുടെ കൂടെ നിൽക്കാം. ലഹരി ഒരു സൂക്കേടാ, പകർച്ചവ്യാധിയാ. വീട്ടിൽ സന്തോഷമുണ്ടായാൽ, നാട്ടിൽ സമാധാനമുണ്ടായാൽ ഒരു കുട്ടികളും ലഹരിയുടെ വഴിയേ പോകില്ല. അതിന് നല്ലൊരു വീട് വേണം, അയൽക്കാർ വേണം, നാട് വേണം. നല്ലവരല്ലാതില്ല പാരിൽ നാടകം സമാപിക്കുന്നു. രചന വിമീഷ് മണിയൂർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: സുശീലൻ കൊല്ലം തുളസി, ചോയി മന്നൂർക്കോണം മോഹൻരാജ്, മാധു താമരക്കുളം സുഭദ്ര, വക്കീൽ രാജേന്ദ്രൻ പന്തളം, ചോയിയുടെ മകൻ ജിൻസിൽ PK, തെങ്ങുകയറ്റക്കാരൻ ഉസ്മാൻ, പൂവറ്റൂർ സന്തോഷ്, മയക്കുമരുന്ന് കേസിൽ പ്രതിയായ യുവാവിന്റെ അമ്മ സജീന സുധി, മീൻകാരൻ M ശ്യാംകുമാർ, പോലീസ് ഇൻസ്പെക്ടർ അരുവിയോട് സജി, KSEB ജീവനക്കാരൻ ബിജു കല്ലുവാതുക്കൽ. സംവിധാനം റൂബി ബാബു. സംവിധാന സഹായം ബിജുകുമാർ PI, സുനിത N, VN ദീപ.